എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം ആണ്. യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്നുവെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാർ ഒക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു. അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു. മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടും കളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ മരിക്കണം എന്ന് മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ, ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന അർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നത് ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ. പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ? പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവൻ്റെ ഹൃദയത്തിൽ അല്ല വയറ്റിൽ അത്ര ചെല്ലുന്നത്, പിന്നെ മറപ്പുറയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ച് എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ളൊരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സുറോഫോയിക്യ ജാതിയിലുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, നീ ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. അവൻ വീണ്ടും സോരിൻ്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദെക്കേപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് വന്നു. അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈവയ്ക്കണം എന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരൽ ഇട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട്, തുറന്നു വരിക എന്ന് അർത്ഥമുള്ള എഫാത്ത എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്ന് നാവിൻ്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോടും പറയരുത് എന്ന് അവൻ അവരോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. അവൻ സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. ഇവിടെ 31 മുതൽ 37 വാക്യങ്ങളിൽ പറയുന്ന കർത്താവ് വിക്കനായൊരു ചെകിടനെ സൗഖ്യമായത് മത്തായി സുവിശേഷത്തിൽ മത്തായി 15-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അനേകം പുരുഷാരം
മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നതിൽ ഒരു സംഭവത്തിൻ്റെ സൂക്ഷ്മ വിശദാംശം ആണെന്ന് വ്യക്തമാണ്. ബധിരനും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവനുമായ വ്യക്തിയെ യേശു സുഖപ്പെടുത്തുന്ന സംഭവം ക്രിസ്തുവിൻ്റെ കരുണയും ദിവ്യശക്തിയും വെളിപ്പെടുത്തുന്ന അത്യന്തം തീവ്രമായ ഒരു ദൃശ്യമാണ്. ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെടുന്ന ബധിരൻ ജന്മന മുഴുവനും കേൾവി നഷ്ടപ്പെട്ടവൻ മാത്രമല്ല, ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടുള്ളവനുമായിരുന്നു എന്നും അവനെ കൂട്ടിക്കൊണ്ടുവന്നവൻ യേശുവിൻ്റെ ശേഷിയിലും കരുണയിലും വിശ്വസിച്ചിരുന്നവനായിരുന്നു എന്നും മനസ്സിലാക്കാം. യേശു പുരുഷാരത്തിൽ നിന്ന് അവനെ മാറ്റി കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവികളിൽ വിരൽ ഇടുകയും തുപ്പി അവൻ്റെ നാവിനെ തൊടുകയും ചെയ്യുന്നു. ഈ ലളിതമായ പ്രവൃത്തികൾ യേശുവിൻ്റെ ദൈവീക ശക്തിയെയും കരുണയെയും വെളിപ്പെടുത്തുന്നു. കർത്താവ് തന്നെയായിരുന്നു മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞ സൃഷ്ടികർമ്മത്തിൽ പ്രവർത്തിച്ചത് എന്ന് മാത്രമല്ല, ക്രിസ്തു ഈ മനുഷ്യൻ്റെ ചെവികളിൽ തൻ്റെ വിരലുകൾ ഇടുന്നത് കർത്താവിൻ്റെ അളവറ്റ ശക്തിയുടെ പ്രയോഗത്തെയും തൻ്റെ ആത്മാവിനാൽ ആത്മീയ കേൾവിയുടെ തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നതിനെയും പ്രതിനിധീകരിക്കുന്നു. കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് തുറക്കപ്പെടുക എന്ന് അർത്ഥം വരുന്ന എഫാത്ത എന്ന് കൽപ്പിച്ചപ്പോൾ ഉടൻ തന്നെ അവൻ്റെ ചെവികൾ തുറക്കപ്പെട്ടു, നാവിൻ്റെ ബന്ധനം അഴിയുകയും ചെയ്തു. യേശു എഫാത്ത എന്ന് പറഞ്ഞ് രോഗിയെ ശാരീരികമായി സുഖപ്പെടുത്തിയതുപോലെ തന്നെ അതിന് ആത്മീയമായ അർത്ഥത്തിൽ ആത്മീയമായ കാതുകൾ തുറന്ന് ദൈവവചനം ശ്രവിക്കുവാനുള്ള ശേഷി നൽകുന്നതും നാവിൻ്റെ ബന്ധനമഴിച്ച് ദൈവത്തെ പുകഴ്ത്താനും സത്യത്തെ പ്രഘോഷിക്കാനും സാധിക്കുന്നതുമായ ഒരു അനുഭവം സൂചിപ്പിക്കുന്നു. ഇതെല്ലാം ഒരു പാപിയുടെ ആത്മീയ അവസ്ഥയെയും ദൈവശക്തിയാൽ ലഭിക്കുന്ന മോചനത്തെയും പ്രതിനിധീകരിക്കുന്നു. ചുരുക്കത്തിൽ ഈ രോഗസൗഖ്യം ഭൗതികമായി മാത്രമല്ല, ആത്മീയമായി ബധിരരും നിശബ്ദരുമായ പാപികളെ യേശു തൻ്റെ കരുണയും വചനവും കൊണ്ട് ഉണർത്തുന്നു എന്നും അങ്ങനെ അവർക്ക് കേൾക്കാനും അവൻ്റെ മഹത്വം പ്രസംഗിക്കാനും ദൈവശക്തിയാൽ പ്രാപ്തി ലഭിക്കുന്നു എന്നും കർത്താവിൻ്റെ ഈ അത്ഭുത രോഗസൗഖ്യം പ്രതീകാത്മകമായി കാണിക്കുന്നു.